ഒരു പാഴ്മോഹം പോലെ ആ പൊട്ട കണ്ടന്റ് എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ പോസ്റ്റാക്കാനും എഡിറ്റ് ചെയ്യാനും ഇങ്ങോട്ടേക്കല്ലേ ഞാൻ ഓടി വന്നത്. ട്രോള് കിട്ടി അവിഞ്ഞു പുഴുക്കാൻ പാകത്തിനുള്ളതാണെങ്കിൽ വീട്ടുകാരുടെ അക്കൗണ്ടിലോട്ടല്ലാതെ നല്ല കമൻ്റ് ഇടാനും എയറിലാക്കാനും കഴിവുള്ള ചേട്ടന്മാരുടെ ഫീഡിലോട്ട് തള്ളിക്കൊടുക്കരുതെന്ന് ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചിരുന്നതല്ലേ. എന്നെ ഇരുട്ടിലാക്കിയിട്ട് സാനിയ അയ്യപ്പനും ഹൻസുബിക്കും മാത്രം ഇങ്ങനെ 10 മില്യൺ അടിച്ച് കൊടുക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം. എനിക്ക് ഇളയതുങ്ങൾ 3, ഒന്ന് മെഡിസിന്, ഒന്ന് നഴ്സിങ്, ഒരെണ്ണം +1 പഠിക്കുന്നു. 3 എന്നെ പോലല്ല, നല്ലപോലെ പഠിക്കും. നാട്ടിലെ ക്രഷ് ക്ലാസ്സിലുള്ളതുകൊണ്ട് 10ാം ക്ലാസ് വരെ ബാലാമണി പഠിക്കാൻ പോയി. മാർക്കൊന്നും ഇടാനില്ലാതെ ടീച്ചർ ചുവന്ന മഷി പേനയുടെ തെളിച്ചം നോക്കി എൻ്റെ SSLC പേപ്പറെല്ലാം കൂടി കുത്തിക്കീറി തുന്നിക്കെട്ടി ഞാൻ അലമാരയുടെ അടി പൂഴ്ത്തി വെച്ചു കാലങ്ങളോളം. അന്ന് തൊട്ട് ഓരോ ആപ്പുകളിലായിട്ട് മാറി മാറി റീൽസ് ചെയ്യുക. വല്ലപ്പോഴും കിട്ടുന്ന ഒരു അച്ചാറിൻ്റെയോ ഉടുപ്പിൻ്റെയോ പ്രൊമോഷൻ വേണം ഇളയതുങ്ങളുടെ സെംഫി അടയ്ക്കാൻ. അതാ ബാലാമണി. ഒന്നോർത്ത ബാലാമണി പൊട്ടി തന്നെയാണ്, വെരിഫൈഡ് ടിക്ക് വീണ പൊട്ടി. അല്ലെങ്കിൽ പിന്നെ അർത്ഥ കൈക്ക് ഉപ്പ് കഴിക്കാത്ത ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആരെങ്കിലും വീഡിയോ ചെയ്യും. എൻ്റെ കാലത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് ഇപ്പം സ്വർണ്ണത്തിൽ മുക്കിയ പ്ലേവട്ടം കിട്ടി. ഞാൻ എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആവാണ്ട് വെച്ചു, റിംഗ് ലൈറ്റ് ഇല്ലാണ്ട് റീൽസുകളെടുത്തും. എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആവാണ്ട് വെച്ചും, റിംഗ് ലൈറ്റ് ഇല്ലാണ്ട് റീൽസുകളെടുത്തും, ട്രൈപോഡില്ലാണ്ട് വാഴത്തണ്ടി മൊബൈൽ കുത്തി, കണ്ടമാനം റീൽസ് എടുത്ത് തള്ളിയിട്ടും 10 വ്യൂസ് പോലും കിട്ടിയില്ല. ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാലം, ഇൻ്റർവ്യൂകളെ വ്ളോഗിൻ്റെ നടുവിൽ, സ്ക്രീൻ പൊളിങ്ങിട്ടുമെടുത്തൊരു റീലിനെ 1 മില്യൺ അടുപ്പിക്കാൻ മറന്നു ഫീഡ്. ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാലം.